ഡിസാസ്റ്റർ മാനേജ്മെന്റ് MCN 301 പാർട്ട് 2 ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്നത് എന്താണ് അറ്റ്മോസ്ഫിയർ. നമ്മൾ നേരത്തെ പാർട്ട് 1 നമ്മൾ ലിതോസ്ഫിയറിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഇവിടെ നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. The atmosphere contains gases that encircles the earth, water vapor, dust, pollen and sea salt. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്യാസസ്, വാട്ടർ വേപ്പർ, ഡസ്റ്റ്, പോളൻ, സീ സോൾട്ട്, ഈ കാര്യങ്ങളൊക്കെയാണ് എന്താ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം സീ ലെവൽ ടു ദ ഔട്ടർ സ്പേസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീ ലെവൽ മുതൽ ഔട്ടർ സ്പേസ് വരെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുകയാണ്. അതിൽ തന്നെ കുറെ അറ്റ്മോസ്ഫിയർ ലെയേഴ്സ് ഉണ്ട്. ഓരോ ലെയേഴ്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ഇപ്പൊ നമ്മൾ പറഞ്ഞു സീ ലെവൽ മുതൽ ഔട്ടർ സ്പേസ് വരെ ഉണ്ട്. ഓരോന്നും ഓരോ ലെയർ ആയിട്ടാണ് ഉള്ളത്. സോ അതൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് ബേസ്ഡ് ഓൺ ദ കോമ്പോസിഷൻ, ടെമ്പറേച്ചർ ആൻഡ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. സോ നമുക്ക് ഇനി നോക്കാം ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. രണ്ട് ടൈപ്സിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ കാണാം ഹോമോസ്ഫിയർ ആൻഡ് ഹെട്രോസ്ഫിയർ. ഹോമോസ്ഫിയർ മീൻസ് 0 to 88 കിലോമീറ്റർ ആണ് അതിന്റെ ഈ ഹോമോസ്ഫിയർ ഉള്ളത്. ആൻഡ് ഇതിന് യൂണിഫോം മിക്സ്ചർ ആയിരിക്കും. യൂണിഫോം മിക്സ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, എല്ലാം ഈക്വലി ആയിരിക്കും. ഓക്കെ, നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡിന്റെ ഒക്കെ ഒരു യൂണിഫോം മിക്സ്ചർ ആണ് ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് അടുത്തെന്ന് പറയുന്നത് കോമ്പോസിഷൻ ആണ്. ഇവിടുത്തെ കോമ്പോസിഷൻ ഹോമോജീനിയസ് ആണ്. ഹോമോജീനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, എല്ലാ മെറ്റീരിയൽസ് അല്ലെങ്കിൽ കമ്പോണൻസ് ഒക്കെ സെയിം ആയിരിക്കും, സിമിലർ കമ്പോണൻസ് ആയിരിക്കും എല്ലാം. ഓക്കെ, ഹെട്രോസ്ഫിയർ മീൻസ് നമ്മൾ പറഞ്ഞ ഹോമോസ്ഫിയർ ഈസ് 0 to 88 കിലോമീറ്റർ ആണ് എങ്കിൽ ഹെട്രോസ്ഫിയർ അതിന് മുകളിലേക്കാണ്. ഓക്കെ, അബവ് 88 കിലോമീറ്റർ ആണ് നമ്മുടെ ഹെട്രോസ്ഫിയറിനെ പറയുന്നത്. നോൺ യൂണിഫോം ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. മറ്റേത് യൂണിഫോം മിക്സ്ചർ ആയിരുന്നു, ഇവിടെ നോൺ യൂണിഫോം ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇങ്ങനെ ഇതിന്റെ ഡിഫറൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അടുത്ത പോയിന്റ് പറയുന്നത് ലെയേഴ്സ് ബേസ്ഡ് ഓൺ ഗ്യാസ് ടൈപ്പ് ആണ്. ഫസ്റ്റ് വൺ മോളിക്കുലർ നൈട്രജൻ, അത് 88 മുതൽ 200 കിലോമീറ്റർ വരെയാണ് ഈ ഒരു മോളിക്കുലർ നൈട്രജൻ ഉള്ളത്. ഓക്സിജൻ ഫ്രം 200 to 1125 കിലോമീറ്റർ. ഹീലിയം 1125 to 3540 കിലോമീറ്റർ. ഹൈഡ്രജൻ ഫ്രം 3540 to 9660 കിലോമീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് ഗ്യാസിനെ ബേസ് ചെയ്തിട്ടുള്ള ലെയേഴ്സ്. മോളിക്കുലർ നൈട്രജൻ ഒരു ലെയർ, ഓക്സിജൻ, ഹീലിയം, ഹൈഡ്രജൻ ഇതൊക്കെ ഓരോ ലെയറിലായിട്ടാണ് ഇരിക്കുന്നത്. അടുത്തത് ഈ പറഞ്ഞ എല്ലാ ഗ്യാസ് ഒരു 9 ടൈപ്സ് ഓഫ് ഗ്യാസസും അതിന്റെ പെർസെന്റേജും ആണ് നമ്മളിപ്പോ ഈ ഒരു ടേബിളിൽ ഇവിടെ കാണിച്ചേക്കുന്നത്. അടുത്തത് അറ്റ്മോസ്ഫിയർ ലെയേഴ്സിന് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞത് ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ ആയിരുന്നു. ഇപ്പൊ ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ നമുക്ക് 5 ലെയേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. സോ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് 0 to 11 കിലോമീറ്റർ വരെയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് എയർ 70% ഓഫ് ദ എയർ മാസ്. പിന്നെ ഇവിടെ ആയിരിക്കും ക്ലൗഡ്, സ്റ്റോം, ഫോഗ് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും ഈ ഒരു ട്രോപ്പോസ്ഫിയറിലാണ് ഉണ്ടാകുക. ടെമ്പറേച്ചർ -6.4 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ വരെ ഡ്രോപ്പ് ആകും. ഓക്കെ, ആൻഡ് ഇതിനെയാണ് നമ്മൾ ലാപ്സ് റേറ്റ് എന്ന് പറയുക. ഇതിന്റെ ട്രോപ്പോസ്ഫിയറിന്റെ ഈ ഒരു അപ്പർ ബൗണ്ടറി നമ്മൾ ഈ പിക്ചറിൽ കാണാം. ഈ ഒരു അപ്പർ ബൗണ്ടറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ട്രോപ്പോപോസ് എന്ന് പറയാം. അതേപോലെ സ്ട്രാറ്റോസ്ഫിയറിന്റെ അപ്പർ ബൗണ്ടറിനെ നമ്മൾ സ്ട്രാറ്റോപോസ് എന്നും മെസോസ്ഫിയറിന്റെ അപ്പർ ബൗണ്ടറിനെ നമ്മൾ മെസോപോസ് എന്നും വിളിക്കും. സോ അപ്പർ ബൗണ്ടറി ചോദിക്കുമ്പോഴത്തേക്ക് ഈ മൂന്നെണ്ണത്തിനും ഇതിന്റെ നമ്മുടെ ആ പേര് എന്താണോ, ഏത് സ്ഫിയർ ആണോ അതിന്റെ ഫസ്റ്റ് പാർട്ട് വിത്ത് പോസ് അങ്ങനെ ജോയിൻ ചെയ്ത് പറയാം. ഓക്കെ, അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ 11 കിലോമീറ്റർ വരെ ആയിരുന്നു. ആൻഡ് സ്ട്രാറ്റോസ്ഫിയർ സ്റ്റാർട്ട് ചെയ്യുന്ന 11 to 50 കിലോമീറ്റർ ആണ്. ഇവിടെ ക്ലിയർ ആൻഡ് സ്റ്റേബിൾ ലെയർ ആണ് വിത്ത് നോ ക്ലൗഡ്സ് ഓർ ഡസ്റ്റ്. ഇവിടെ ക്ലൗഡ്സും ഇല്ല, ഡസ്റ്റും ഇല്ല. ഇതിനകത്തായിരിക്കും എന്ത് ഉണ്ടാവുക? ഈ ഒരു ഓസോൺ ലെയർ ഉണ്ടാവുക. ഓക്കെ,
ആൻഡ് അതും 22 കിലോമീറ്ററിലാണ് എന്ത് ഉള്ളത്, ഈ ഒരു ഓസോണോസ്ഫിയർ അല്ലെങ്കിൽ ഓസോൺ ലെയർ നമുക്ക് കാണപ്പെടുക. സ്ട്രാറ്റോസ്ഫിയർ അബ്സർവ്സ് ഹാർംഫുൾ UV റേസ് ഹാർംഫുൾ ആയിട്ടുള്ള UV റേസിനെയൊക്കെ അബ്സർവ് ചെയ്യും. അപ്പർ ബൗണ്ടറി എന്താ, സ്ട്രാറ്റോപോസ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻഡ് അതേപോലെ മെസോസ്ഫിയർ മീൻസ് 50 to 80 കിലോമീറ്റർ ആണ്. ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നത് -75°C. ഓക്കെ. അയണൈസേഷൻ ഒക്കേഴ്സ് ഹിയർ, ഇവിടെ ആയിരിക്കും അയണൈസേഷൻ ഒക്കർ ചെയ്യുക. ഇത് റേഡിയോ വേവ്സിനെ റിഫ്ലക്ട് ചെയ്യും. എവിടെ, മെസോസ്ഫിയറിൽ. അപ്പർ ബൗണ്ടറിനെ എന്തോ പറയും, മെസോപോസ് എന്ന് പറയും. തെർമോസ്ഫിയറിനെ പറ്റിയാണ്. അത് 80 to 600 കിലോമീറ്റർ വരെയാണ്. ടെമ്പറേച്ചർ റൈസ് അപ്പ് ചെയ്യും. മറ്റേതൊക്കെ നമ്മൾ ഡ്രോപ്പ് ചെയ്യും എന്നാണ് പറഞ്ഞത്. ഇവിടെ ടെമ്പറേച്ചർ റൈസ് ആവുകയാണ് ചെയ്യുന്നത്. അപ് ടു എത്ര ഡിഗ്രി സെൽഷ്യസ് വരെ, അപ് ടു 2000°C വരെ ഇത് റൈസ് ആകും ടെമ്പറേച്ചർ. കണ്ടെയ്ൻസ് മെനി അയോൺസ്. മെറ്റിയോർസ് ഓൾസോ ബേൺ ഹിയർ. തെർമോസ്ഫിയറിലാണ് മെറ്റിയോർസ് ഒക്കെ ബേൺ ആവുന്നതും ഇവിടെ അയോൺസും ഒരുപാട് അയോൺസ് ഉണ്ടാകും. എക്സോസ്ഫിയർ, ദ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് എക്സോസ്ഫിയർ. ഇത് 600 കിലോമീറ്ററിന് മുകളിലാണ്. ആൻഡ് ഓൾസോ ഇവിടെ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഉണ്ട്. വെരി ഹൈ ടെമ്പറേച്ചർ ഡ്യൂ ടു സോളാർ റേഡിയേഷൻ. സോളാറിന്റെ റേഡിയേഷൻ കാരണം അവിടെ നല്ല വെരി ഹൈ ടെമ്പറേച്ചർ ആണ് ഉള്ളത്. ഓക്കെ, സോ ഇത്രയുമാണ് എന്ത് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ. ബേസ്ഡ് ഓൺ കോമ്പോസിഷൻ ഏതൊക്കെയായിരുന്നു, ഹെട്രോസ്ഫിയറും ഹോമോസ്ഫിയറും. ഇവിടെ നമുക്ക് പറയുന്നത് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇതൊക്കെ ടെമ്പറേച്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു 5 സ്ഫിയർ ആയിട്ട് പറയുന്നത്. അറ്റ്മോസ്ഫിയർ ബേസ്ഡ് ഓൺ കെമിക്കൽ റിയാക്ഷൻ. അതും രണ്ടെണ്ണേ ഉള്ളൂ, കീമോസ്ഫിയർ ആൻഡ് ഓസോണോസ്ഫിയർ. ഫസ്റ്റ് വൺ, ഫൗണ്ട് ബിറ്റ്വീൻ 40 to 80 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ്. ഇത് ഇത്ര 40 to 80 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിലാണ് ഈ ഒരു കീമോസ്ഫിയർ നമ്മൾ കാണപ്പെടുക. സൺലൈറ്റ് ഡ്രിവൻ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഓവർലാപ്സ് അപ്പർ സ്ട്രാറ്റോസ്ഫിയർ ആൻഡ് മെസോസ്ഫിയർ. അപ്പർ സ്ട്രാറ്റോസ്ഫിയറും മെസോസ്ഫിയറിനെ ഓവർലാപ്പ് ചെയ്തായിരിക്കും ഈ ഒരു കീമോസ്ഫിയർ ഉണ്ടാകുക. ദെൻ അടുത്തത് ഓസോണോസ്ഫിയർ, അതായത് ഓസോൺ ലെയർ. ഓസോണോസ്ഫിയറിനകത്താണ് ഓസോൺ ലെയർ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇന്റൻസ് കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവിംഗ് ഓക്സിജൻ, ഓക്സിജനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കെമിക്കൽ റിയാക്ഷൻ, ഇന്റൻസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കുന്നത് ഇവിടെ ആയിരിക്കും. ഓൾസോ ഇറ്റ് അബ്സർവ്സ് ദ ഹാർംഫുൾ UV റേഡിയേഷൻ വിച്ച് പ്രൊട്ടക്ട്സ് ദ ലൈഫ് ഓൺ എർത്ത്. എർത്തിലെ, അതായത് നമ്മുടെ ഭൂമിയിലെ നമ്മുടെ ലൈഫ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുകയും കൂടെ ചെയ്യും. എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്, ഹാർംഫുൾ UV റേഡിയേഷൻ അബ്സർവ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഒക്കെ പ്രൊട്ടക്ട് ചെയ്യും. ആര്, ഓസോണോസ്ഫിയർ. നെക്സ്റ്റ് പാർട്ട് ഈസ് ഓസോൺ ലെയർ. എന്താണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ, എങ്ങനെയൊക്കെയാണ് നടക്കുക, കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്, ഒരുപാട് വട്ടം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുമുണ്ട്. സോ എന്താണ് ഓസോൺ ലെയർ അല്ലെങ്കിൽ ഓസോണോസ്ഫിയർ? ഇത് ഓസോൺ നമ്മൾ സ്ട്രാറ്റോസ്ഫിയറിലായിരുന്നു പറഞ്ഞത്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ ഒരു ഓസോൺ ലെയർ ഉള്ളത്. സോ ഫൗണ്ട് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. എത്ര, 15 to 35 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞ 22 കിലോമീറ്ററിലാണ് ഈ ഒരു മാക്സിമം ഓസോൺ കോൺസെൻട്രേഷൻ ഇവിടെ ആയിരിക്കും. 22 to 30 ആണ്. ബട്ട് നമ്മൾ ഓൾമോസ്റ്റ് പറയുകയാണെങ്കിൽ 15 to 35 എന്നാ പറയാം. പക്ഷെ കറക്റ്റ് 22 to 30 ആണ് മാക്സിമം ഓസോൺ കോൺസെൻട്രേഷൻ ഉള്ളത്. Protects life by absorbing harmful UV rays. Without it, life on Earth would not be possible. അതായത് ഇതില്ല എങ്കിൽ നമ്മുടെ എർത്തില് ജീവിക്കുക എന്നുള്ളൊരു കാര്യം പാടായിരിക്കും. ഇനി ഓസോൺ ഓക്സിജൻ സൈക്കിൾ. UV rays split O2 into oxygen atoms. O2 എന്ന് വെച്ചാൽ ഓക്സിജൻ മോളിക്യൂൾ ആണ്. മോളിക്യൂൾസിനെ ഓക്സിജൻ ആറ്റംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആര്, UV rays. Oxygen combines with oxygen molecule to form ozone. ഓക്സിജൻ ആറ്റം ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഓസോൺ ഉണ്ടാകുക. ഓസോൺ അബ്സർവ്സ് UV ആൻഡ് സ്പ്ലിറ്റ്സ് ബാക്ക് ടു, തിരിച്ച്, അതായത് ഓക്സിജൻ ആറ്റം ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓസോൺ ഉണ്ടാകുന്നു. ഓസോൺ UVനെ അബ്സർവ് ചെയ്തതിന് ശേഷം തിരിച്ച് ഓക്സിജൻ ആറ്റം ആൻഡ് ഓക്സിജൻ മോളിക്യൂൾ ആയിട്ട് സ്പ്ലിറ്റ് ആവും. And this cycle maintains the ozone balance in the stratosphere. അതായത് ഈ ഒരു സൈക്കിൾ, അതായത് ഓക്സിജൻ ആറ്റം ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്ത് ഓസോൺ ആകുന്നു. ഓസോൺ UV റേസിനെ അബ്സർവ് ചെയ്തതിന് ശേഷം പിന്നെയും തിരിച്ച് സ്പ്ലിറ്റ് ആവും. സോ
സോ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വഴി, ഈ ഒരു സൈക്കിളാണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഓസോണിന്റെ ബാലൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എവിടെ? സ്ട്രാറ്റോസ്ഫിയറിൽ. ഓക്കെ, ഇത്രയാണ് ഓസോൺ ഓക്സിജൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓസോൺ ലെയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അറ്റ് 22 to 30 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ മാക്സിമം ഓസോൺ കോൺസെൻട്രേഷൻ ഉള്ളത്. നമ്മുടെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യും ബൈ അബ്സോർവിങ് ദ ഹാർംഫുൾ UV റേസ്. പിന്നെ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിൽ ജീവിക്കുക എന്നുള്ളൊരു കാര്യം പോസിബിൾ അല്ല. പിന്നെ ഇതിന്റെ സൈക്കിളിനെ പറ്റി, ഓക്സിജൻ ആറ്റം വിത്ത് ഓക്സിജൻ മോളിക്യൂൾ ഓസോൺ ഫോം ചെയ്യും. ഓസോൺ UV റേസ് അബ്സോർവ് ചെയ്തതിനു ശേഷം തിരിച്ച് പിന്നെയും ഓക്സിജൻ ആറ്റം ആൻഡ് മോളിക്യൂൾസ് ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ആവും. ആൻഡ് ഈ ഒരു സൈക്കിളാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഓസോണെ ബാലൻസ് ചെയ്യുക. എവിടെ? സ്ട്രാറ്റോസ്ഫിയറിൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. അടുത്തത്, എങ്ങനെയാണ് ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവുക? Caused by human-made chemicals like chlorofluorocarbons and bromofluorocarbons and NOx, that is nitrogen oxide, leads to ozone thinning called ozone depletion. Ozone holes were discovered in 1985. അതായത് ഹ്യൂമൻ മെയ്ഡ് കെമിക്കൽസ് ഒക്കെ കാരണമാണ് ഈ ഒരു ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവുക. പിന്നെ ഇത് ഈ ഒരു കെമിക്കൽസ് കാരണം ഓസോണിന്റെ ആ ഒരു ലെയർ ഇങ്ങനെ ചെറുതായി വന്ന് തിൻ ലെയർ ആയിട്ട് മാറും. അതിനെയാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയാ. ആൻഡ് ഇൻ 1985 ഓസോൺ ഹോൾസ് ഡിസ്കവർ ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നൈട്രിക് ഓക്സൈഡ് ആയിക്കോട്ടെ, ഫ്ലോറോ കാർബൺ ആൻഡ് ബ്രോമോ കാർബൺ വെച്ചിട്ടാണ് ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാവുക. സോ അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് CFCs, അതായത് ക്ലോറോ കാർബൺസ് ആൻഡ് ബ്രോമോ കാർബൺസ് ഒരു 50 to 100 വർഷം വരെ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് റീച്ച് ദ സ്ട്രാറ്റോസ്ഫിയർ. UV റേസ് ഈ പറയുന്ന കെമിക്കൽസിനെ എന്ത് ചെയ്യുമായിരുന്നു, ക്ലോറിനും ബ്രോമിനും റിലീസ് ചെയ്തുകൊണ്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമായിരുന്നു. ആൻഡ് ഈ ഒരു റേഡിക്കൽസ്, അതായത് ക്ലോറിനും ബ്രോമിനും എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽസ് എന്ത് ചെയ്യും, ഓസോണിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാവും. ആൻഡ് ഈ ഒരു വൺ ക്ലോറിൻ ഓർ ബ്രോമിൻ റാഡിക്കൽ എന്ന് പറയുന്നത് it can destroy over 1 lakh ozone molecule. 1,00,000 കൂടുതൽ അധികം ഓസോൺ മോളിക്യൂൾസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും ഒരു ക്ലോറിനോ ബ്രോമിൻ റാഡിക്കൽസിനോ. സോ ഇതൊക്കെ കൊണ്ടാണ് ഇറ്റ് ലീഡ്സ് ടു 4% ഓസോൺ ലോസ് പെർ ഡീക്കേഡ്. ഓരോ ഡീക്കേഡിൽ 4% ഓസോൺ ലോസ് ആണ് നമുക്ക് ഉണ്ടായത്. ഓസോൺ ഡിപ്ലീഷൻ ബൈ നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് ഓസോൺ ഫോമിങ് എന്താണ്, നൈട്രോജൻ ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ. അതായത് നൈട്രിക് ഓക്സൈഡ് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് NO2 and O2 ഫോം ചെയ്തത്. NO2 reacts with more ozone to form NO3 എന്ന് വെച്ചാൽ നൈട്രേറ്റ്, ആൻഡ് ഫർദർ കമ്പൈൻസ് ടു ഫോം N2O5, that is ഡൈനൈട്രോജൻ പെന്റോക്സൈഡ്. ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഓരോ ഫോർമുലാസ് ആൻഡ് അതിന്റെ പേരുകൾ. അറ്റോമിക് ഓക്സിജൻ O also reacts with NO2 which forms NO3. NO3 means nitrate. അതായത് അറ്റോമിക് ഓക്സിജൻ NO2 ആയിട്ട്, നൈട്രോജൻ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, നൈട്രേറ്റ് ഫോം ചെയ്യും. ദീസ് റിയാക്ഷൻസ് കൺസ്യൂം ഓസോൺ. ഈ ഒരു റിയാക്ഷനും ഓസോണെ കൺസ്യൂം ചെയ്യും. അത് ഡിപ്ലീഷന് കാരണമാകാം. അതായത് ഇപ്പം നമ്മുടെ ജെറ്റ് എയർക്രാഫ്റ്റ് ഒക്കെ എന്താണ്, നൈട്രിക് ഓക്സൈഡ് അല്ല, സോറി, നൈട്രോജൻ ഓക്സൈഡ് എമിറ്റ് ചെയ്യും. സോ ലിമിറ്റിംഗ് ദ യൂസ് ഹാസ് ഹെൽപ്ഡ് റെഡ്യൂസ് ഓസോൺ ലോസ്. അത് വെച്ചാൽ ഈ ഒരു ജെറ്റ് എയർക്രാഫ്റ്റിന്റെ യൂസ് നമ്മൾ കുറച്ച് ലിമിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഓസോൺ ലോസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അടുത്ത് നമ്മൾ പറയാം, അത്രേ ഉള്ളൂ ഓസോൺ ലെയർ ഡിപ്ലീഷനെ പറ്റി. എന്താണ് ഓസോൺ ലെയർ, അതിന് ഓസോൺ ഓക്സിജൻ സൈക്കിൾ എന്താണ്, ഡിപ്ലീഷൻ എന്തൊക്കെ കാരണം കൊണ്ട് ഉണ്ടാകാം,
പിന്നെ എങ്ങനെയാണ് അത് ഉണ്ടാവുക, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ അത് തീരും. അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് മേ ബി ചോദിക്കാം. ആൻഡ് ഓൾസോ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. Certain physical processes that take place in the troposphere are responsible for the weather and climate of that particular place. ഒരു പെർട്ടിക്കുലർ പ്ലേസിലെ വെതർ ആൻഡ് ക്ലൈമറ്റിന് റെസ്പോൺസിബിൾ ആകുന്നത് അവിടുത്തെ ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. To understand clearly about the process of greenhouse effect, it is needed to know about the incoming solar radiation and the outgoing radiation. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ ട്രോപ്പോസ്ഫിയറിൽ ഉണ്ടാകുന്ന ഫിസിക്കൽ പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവിടുത്തെ ഒരു വെതർ ക്ലൈമറ്റ്, ആ ഒരു പെർട്ടിക്കുലർ പ്ലേസിലെ വെതറും ക്ലൈമറ്റും നമ്മൾ എന്താ പറയാ ചേഞ്ച് ആവുക, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ഇതിനെ പറ്റി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ പറ്റി ക്ലിയർലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളെ പറ്റി അറിയേണ്ടതായിട്ടുണ്ട്. ഇൻകമിങ് സോളാർ റേഡിയേഷൻ ആൻഡ് ഓൾസോ ദ ഔട്ട് ഗോയിങ് റേഡിയേഷൻ. ഇവിടെ നമുക്ക് കാണാം ദ സോളാർ റേഡിയേഷൻ അകത്തേക്ക് വരുന്നത് കുറെ എണ്ണം എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നു, തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നു, ചിലത് റേഡിയേറ്റഡ് ബാക്ക് ടു ദ സർഫസ് ആൻഡ് ഇതൊക്കെയാണ്. സോ ഇവിടെ നമുക്ക് കാണാം ഔട്ട് ഗോയിങ് റേഡിയേഷനും ഇൻകമിങ് റേഡിയേഷൻ. സോ നമുക്ക് ഇനി അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇൻകമിങ് സോളാർ റേഡിയേഷൻ. The atmosphere acts like a giant heat engine, driving storms, winds, evaporation, cloud formation and rain. Incoming solar radiation, ഇവിടെ atmosphere act ചെയ്യുന്നത് as a giant heat engine ആയിട്ടാണ്. ഡ്രൈവിംഗ് സ്റ്റോംസ്, വിൻഡ്, evaporation, cloud formation and rain. ഇങ്ങനെയൊക്കെയാണ് atmosphere ഇവിടുത്തെ ആക്ട് ചെയ്യുക. Only 2 in a billion parts of the sun's energy reaches earth. സണ്ണിന്റെ എനർജി, നമ്മുടെ സൂര്യന്റെ എനർജിയുടെ ബില്യൺ പാർട്സിൽ 2 ഭാഗമായിരിക്കും നമ്മുടെ എർത്തിലേക്ക് വന്നു ചേരുക. A small portion powers physical and biological processes. ഈ ഒരു ചെറിയ പോർഷൻ ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോസസ്സിനെ പവർ ചെയ്യും. Composition of solar radiation. It includes X-ray, gamma ray, UV, visible light, infrared, microwave and radio wave. UV, visible and infrared make up over 95% of the energy received. Ozone layer blocks harmful UV rays. Visible light is the main form reaching Earth, made of 7 colors. അതായത് ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത്? എക്സ്റേ, ഗാമാ റേ, UV, വിസിബിൾ ആയി, ഇൻഫ്രാറെഡ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. And also UV, visible and infrared make up over 95% of the energy received. കിട്ടിയ എനർജിയിൽ നിന്നും 95% ഈ മൂന്നെണ്ണം എടുക്കും. പിന്നെ ഓസോൺ ലെയർ ബ്ലോക്സ് ഹാംഫുൾ, ഓസോൺ ലെയർ UV റേസിനെ ബ്ലോക്ക് ചെയ്യും. പിന്നെ വിസിബിൾ ലൈറ്റ് എർത്തിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് മീൻസ് they are made of 7 colors. Energy distribution. Part of the solar radiation is reflected by clouds. Clouds കാരണം കുറെ റേഡിയേഷൻ ഒക്കെ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. And some is scattered, absorbed by gases and particles. ചിലത് റിഫ്ലക്റ്റ് ആയി പോകും ക്ലൗഡ്സ് കാരണം, ചിലത് സ്കാറ്റേർഡ് ആൻഡ് അബ്സോർബ്ഡ് ആവുന്നുണ്ട് ആരിനാൽ? ഗ്യാസസ് ആൻഡ് പാർട്ടിക്കിൾസിനാൽ. The portion that is scattered and still reaches Earth is called diffuse radiation. ഏത് പോർഷൻ ഓഫ് സോളാർ റേഡിയേഷൻ ആണോ സ്കാറ്റേർഡ് ആയിട്ട് പോലും എർത്തിലേക്ക് എത്തിച്ചേരുന്നത് അതിനെയാണ് ഡിഫ്യൂസ് റേഡിയേഷൻ എന്ന് പറയാം. Only 22% of the scattered radiation reaches the surface. ഇത് നമ്മൾ പറയുന്നത് outgoing solar radiation ആണ്. Earth doesn't retain all solar energy. It reflects and releases heat as long wave radiation. എല്ലാ സോളാർ എനർജിനെ എർത്ത് റീറ്റെയിൻ ചെയ്യത്തില്ല. ഇറ്റ് റിഫ്ലെക്ട്സ് ആൻഡ് റിലീസസ് ഹീറ്റ് ആസ് ലോങ് വേവ് റേഡിയേഷൻ. ഓക്കെ, അതായത് ഹീറ്റിനെ റിലീസ് ചെയ്യും, റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും ലോങ് വേവ് റേഡിയേഷൻ ആയിട്ട്. ഓക്കെ, സം ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ എയർ ബൈ കണ്ടക്ഷൻ. കുറച്ച് ഹീറ്റ് എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും കണ്ടക്ഷൻ വഴി. A portion of this radiation escapes to space while some is absorbed by greenhouse gases.
ഈ അതായത് നമ്മുടെ റേഡിയേഷന്റെ കുറച്ച് ഭാഗം സ്പേസിലേക്ക് എസ്കേപ്പ് ആവുകയും കുറച്ച് ഭാഗം ഗ്രീൻ ഹൗസ് ഗ്യാസസ് അബ്സർവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പറ്റിയാണ് പറയുന്നത്. ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, CO, വാട്ടർ വേപ്പർ അബ്സർവ് ആൻഡ് റീറ്റെയിൻ ഔട്ട് ഗോയിങ് ഹീറ്റ്. പുറത്തേക്ക് പോകുന്ന ഹീറ്റിനെ റീറ്റെയിൻ ചെയ്യുകയും അബ്സർവ് ചെയ്യുകയും ചെയ്യും ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ദേ ആക്ട് ലൈക്ക് എ ബ്ലാങ്കറ്റ്. എർത്തിനെ, അതായത് നമ്മുടെ ഭൂമിനെ വാം ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഇതൊരു ബ്ലാങ്കറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ദിസ് ഈസ് കോൾഡ് ഗ്രീൻ ഹൗസ് എഫക്ട്. It helps maintain a stable and life supporting climate. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും ആര് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ വരുന്ന വേരിയേഷൻ: വീക്കർ ഇൻ ഡ്രൈ ഏരിയാസ് വിത്ത് ലെസ് വേപ്പർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഡെസേർട്സിലൊക്കെ, അതായത് ഡ്രൈ ഏരിയാസിലൊക്കെ ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റ് വീക്ക് ആയിരിക്കും. Stronger in forest where plants absorb carbon dioxide and release oxygen. ഫോറസ്റ്റ്, ഡെസേർട്സിൽ വീക്കർ ആയിരിക്കും ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഫോറസ്റ്റിലൊക്കെ സ്ട്രോങ് ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സർവ് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യും. നമ്മൾ പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയാണ്. ഇതും ഒരു essay question ആയിട്ട് ചോദിക്കാറുണ്ട്. ഗ്ലോബൽ വാർമിംഗ് refers to the gradual increase in Earth's average surface temperature. എർത്തിന്റെ ആവറേജ് ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും, അതിൽ ഉണ്ടാകുന്ന ഗ്രാജുവൽ ഇൻക്രീസിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയാം. പ്രൈമർലി ഡ്യൂ ടു ദ റൈസ് ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കോസ്ഡ് ബൈ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നമ്മൾ ആൾക്കാരൊക്കെ കണ്ടുപിടിച്ച് ഓരോന്നൊക്കെ ചെയ്യുന്ന ടൈമിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ, ഇതായിരിക്കും ഒരു ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുക. ഓക്കെ, മെയിൻ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിപ്പോ ഒരു essay ആയിട്ട് എഴുതാൻ പറ്റിയ ഈ ഒരു എന്താ പറയാ പേജിലുള്ള കാര്യങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. ഇതിനകത്ത് എന്തുകൊണ്ടാണ്, അതിന്റെ എഫക്ട് എന്താ, റിസൾട്ട്, ഇമ്പാക്ട്, എഫക്ട്, സൊല്യൂഷൻ ഒക്കെ ഞാൻ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോസ്ഡ് ബൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻക്രീസ് ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, അതായത് CO2, CH4, N2O ഫ്രം ബേണിംഗ് ഫോസിൽ ഫ്യൂൽസ്, ഡീഫോറസ്റ്റേഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്. ഈ കാര്യങ്ങളാൽ എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ ഇൻക്രീസ് ഉണ്ടാവുന്നതാണ് ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിന്റെ മെയിൻ റീസൺ. ഓക്കെ, എഫക്ട് എന്ന് വെച്ചാൽ ട്രാപ്സ് മോർ ഹീറ്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് വെക്കും, അതാണ് ഈ ഒരു സംഭവം. ഇനി റിസൾട്ട് റൈസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ, മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സ്, റൈസ് ഇൻ സീ ലെവൽ. സീ ലെവലില് എന്താ പറയാ, സീ ലെവലിൽ റൈസ് ചെയ്യുക, ഗ്ലേഷ്യേഴ്സ് ഒക്കെ മെൽറ്റ് ആവുക, ഗ്ലോബൽ ടെമ്പറേച്ചറിൽ റൈസ് ഉണ്ടാവുക, ഇതൊക്കെയാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയാം. ഇമ്പാക്ട് ഓഫ് മോർ എക്സ്ട്രീം വെതർ, അതായത് ഹീറ്റ് വേവ്സ്, ഫ്ലഡ്സ്, ഡ്രോട്ട്സ്, സ്റ്റോംസ്, ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് ഇതിന്റെ ഇമ്പാക്റ്റുകൾ. അഫക്ട്സ് ആരെയൊക്കെ അഫക്ട് ചെയ്യും, എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യും? അഗ്രികൾച്ചറിനെ അഫക്ട് ചെയ്യും, ബയോഡൈവേഴ്സിറ്റി, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഓൾസോ വാട്ടർ അവൈലബിലിറ്റി. ഇതിനുള്ള സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസിങ് എമിഷൻ കുറയ്ക്കുക, ഷിഫ്റ്റിംഗ് ടു റിന്യൂവബിൾ എനർജി, അഫോറസ്റ്റേഷൻ ആൻഡ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. ഇനി എന്താണ് വെതർ, ക്ലൈമറ്റ്? ഇപ്പൊ നമുക്ക് ഈ ഇമേജിൽ കാണാം, ക്ലൈമറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം പാറ്റേൺ ഓഫ് വെതർ ആണ്. വെതർ മീൻസ് ഇറ്റ്സ് എ ഷോർട്ട് ടേം സ്റ്റേറ്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതായത് വെതർ എന്ന് പറയുമ്പോൾ weather is a short-term atmospheric condition lasting from a few hours or to a few days, caused by insolation, heating Earth's surface, heat transfer to air by conduction and convection. This leads to air movement, that is horizontal and vertical, forming weather patterns. Weather എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണിക്കൂറോ അല്ലെങ്കിൽ കുറച്ച് ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഷോർട്ട് ടേം ഓഫ് അറ്റ്മോസ്ഫിയറിക്കിന്റെ കണ്ടീഷനെയാണ് നമ്മൾ വെതർ എന്ന് പറയാം. ഓക്കെ, അതായത് ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാസം മൺസൂൺ അങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ക്ലൈമറ്റ്. അതായത് അതൊരു ലോങ് ടേം ആണ്. പക്ഷെ വെതർ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം അല്ലെ കുറച്ച് മണിക്കൂറുകൾ മാത്രം നടക്കുന്ന കാര്യങ്ങളിലെയാണ്, ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ വെതർ എന്ന് പറയാം. ഇത് കോസ്ഡ് ബൈ ഇൻസൊലേഷൻ, അതായത് ഇൻകമിങ് സോളാർ റേഡിയേഷൻ, ഹീറ്റിംഗ് ദ എർത്ത് സർഫസ്. അതായത് എർത്ത് സർഫസിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ചൂട് കാര്യങ്ങളാൽ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് വെതർ എന്ന് പറയാം.
പിന്നെ climate is the average weather over a long period, അതായത് months or decades in a specific region. ചില സ്ഥലങ്ങളിൽ ഇന്ന മാസം മഴയായിരിക്കും, ഇന്ന മാസം ചൂടായിരിക്കും എന്നൊക്കെ പറയില്ലേ. ഇത്ര മാസം ചൂടായിരിക്കും, ഇത്ര മാസം വെയിലായിരിക്കും, മഴയായിരിക്കും. സോ ഇങ്ങനെ പറയുന്നതാണ് ക്ലൈമറ്റ് എന്ന് പറയാം. അത് 2-3 ദിവസം അല്ലെങ്കിൽ 2-3 മണിക്കൂറിൽ നടക്കുന്ന ചേഞ്ചസ് വെതർ എന്നാണ് പറയാ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ടെമ്പറേച്ചർ. ഇനി ടെമ്പറേച്ചറിനെ പറ്റിയാണ് പറയുന്നത്. ടെമ്പറേച്ചർ ഈസ് എ മെഷർ ഓഫ് സെൻസിബിൾ ഹീറ്റ് ഓർ ദ കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ. അതായത് ഹീറ്റിന്റെ ഒരു സെൻസിബിൾ മെഷറിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയാ. മെഷർഡ് യൂസിങ് എ തെർമോമീറ്റർ ഇൻ സെൽഷ്യസ്, കെൽവിൻ ഓർ ഫാരൻഹീറ്റ്. മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ വെച്ചിട്ടായിരിക്കും, ഇൻ സെൽഷ്യസ്, കെൽവിൻ ഓർ ഫാരൻഹീറ്റ്. ഇനി ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡിനൽ വേരിയേഷൻ ഉണ്ട്, ഹോറിസോണ്ടൽ വേരിയേഷൻ ഉണ്ട്. ഓൾട്ടിറ്റ്യൂഡിനലിനകത്ത് ട്രോപ്പോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഹൈറ്റിനനുസരിച്ച് ഡിക്രീസ് ചെയ്യും. ഹൈറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ആൻഡ് സ്റ്റാൻഡേർഡ് ലാബ്സ് റേറ്റ് നമ്മൾ അവിടെ നേരത്തെ പറഞ്ഞു, നമ്മൾ ട്രോപ്പോസ്ഫിയർ പറഞ്ഞ ടൈമിൽ പറഞ്ഞിരുന്നു, ദ ടെമ്പറേച്ചർ ഡിക്രീസസ് ഓർ ഡ്രോപ്സ് ബൈ -6.4 ഡിഗ്രി സെൽഷ്യസ് പെർ കിലോമീറ്റർ. അതിനെയാണ് നമ്മൾ ലാബ്സ് റേറ്റ് പറയുന്നത്. അതാണ് സ്റ്റാൻഡേർഡ് ലാബ്സ് റേറ്റ് എന്ന് പറയുന്നത്. ലാബ്സ് റേറ്റ് വേരീസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് ലൈക്ക് പൊല്യൂഷൻ. പൊല്യൂഷൻ കാരണം കൊണ്ടാണ് ഈ ഒരു ലാബ്സ് റേറ്റ് വേരി ചെയ്യുക. ഹോറിസോണ്ടൽ വേരിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഓഫ് ദി ഡേ. നൂൺ ഈസ് ദ ഹോട്ടസ്റ്റ് ഡ്യൂ ടു വെർട്ടിക്കൽ സൺറൈസ്. വെർട്ടിക്കൽ സൺറൈസ് കാരണം നൂൺ ടൈം ആയിരിക്കും ഹോട്ടസ്റ്റ്. അതാണ് ഹവർ ഓഫ് ദി ഡേ. ഇൻസുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫക്റ്റഡ് ബൈ എർത്ത്സ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ, ലെങ്ത് ഓഫ് ദ ഡേ ലൈറ്റ് ആൻഡ് സൺ ആംഗിൾ. സണ്ണിന്റെ ആംഗിൾ, ഡേ ലൈറ്റിന്റെ ലെങ്ത്, എർത്ത്സിന്റെ റൊട്ടേഷൻ, റെവല്യൂഷൻ, ഇതിനെയൊക്കെ അഫക്ട് ചെയ്തിട്ടായിരിക്കും ഇൻസുലേഷൻ. Distance from equator. Equator gets direct rays, higher temperature. Poles get slanted rays, lower temperature. അതായത് ഇക്വേറ്ററിന് ഡയറക്റ്റ് റേസ് കിട്ടുവാണെങ്കിൽ അവിടെ ഇപ്പോൾ ഹയർ ആയിരിക്കും, പോൾസിന് സ്ലാൻഡേർഡ് റേസ് കിട്ടുവാണെങ്കിൽ അവിടെ ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും. ഇങ്ങനെയൊക്കെയാണ്. അതായത് ഇക്വേറ്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് ഹോറിസോണ്ടൽ വേരിയേഷൻ ടെമ്പറേച്ചറിൽ ഉണ്ടാകാം. പിന്നെ ടിൽറ്റ് ഓഫ് ദ എർത്ത്സ് ആക്സിസ്. 66.5 degree tilt causes seasonal variation. പിന്നെ നേച്ചർ ഓഫ് ദി സർഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഹീറ്റ്സ് ഓർ കൂൾസ് ഫാസ്റ്റർ ദാൻ വാട്ടർ. ലാൻഡ് അതായത് നമ്മുടെ വെള്ളത്തിനേക്കാളും ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവുകയും കൂൾ ആവുകയും ചെയ്യും. മിക്സഡ് സർഫേസ് ലീഡ് ടു വേരി ടെമ്പറേച്ചർ. സർഫേസ് മിക്സഡ് ആണെന്നുണ്ടെങ്കിൽ അത് ടെമ്പറേച്ചേഴ്സിനെ വേരി ചെയ്യാൻ. And so ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് പാർട്ട് 2 ആൻഡ് പാർട്ട് 3 ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡു സബ്സ്ക്രൈബ്.